ആകാശവാണി വാർത്താ വീക്ഷണം. മികവിന്റെ സാക്ഷ്യമായി മാറിയ കായിക പുരസ്കാരങ്ങൾ. തയ്യാറാക്കിയത് സിനൗ സത്യൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. രാജ്യത്തെ കായിക മേഖലയുടെ മികവിനുള്ള സാക്ഷ്യപത്രമായി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് വിവിധ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് രാജ്യം നൽകുന്ന പരമോന്നത പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികളാണ് ഇന്ത്യൻ കായിക താരങ്ങൾക്ക് നൽകുന്നത്. 4 കായിക താരങ്ങൾക്കാണ് ഇക്കുറി ഖേൽരത്ന പുരസ്കാരം പ്രഖ്യാപിച്ചത്. 32 പേർക്ക് അർജുന പുരസ്കാരവും ലഭിച്ചു. പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. കായികരംഗത്തെ മികവിനായി ആജീവനാന്ത വിഭാഗത്തിൽ നൽകുന്ന അർജുന പുരസ്കാരം 2 പേർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കായിക രംഗത്ത് സജീവമായി നിൽക്കുകയും തുടർന്നുള്ള ജീവിതത്തിൽ കായിക രംഗത്തിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന കായിക താരങ്ങൾക്കാണ് ആജീവനാന്ത നേട്ടങ്ങൾക്കുള്ള അർജുന പുരസ്കാരം സമ്മാനിക്കുന്നത്. അവസാന 4 വർഷങ്ങളിൽ കായിക രംഗത്ത് ഒരു താരം നടത്തിയ അതിശയകരവും മികച്ചതുമായ പ്രകടനത്തിനാണ് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നൽകുന്നത്. 25 ലക്ഷം രൂപയാണ് പുരസ്കാര ജേതാക്കൾക്കുള്ള സമ്മാനത്തുക. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഡി ഗുകേഷ്, പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ തിളങ്ങിയ ഹോക്കി താരം ഹർമൻ പ്രീത് സിംഗ്, പാരാ അത്ലറ്റ് പ്രവീൺ കുമാർ, ഒളിമ്പിക്സ് ഷൂട്ടിംഗിലെ മെഡൽ ജേതാവ് മനു ഭാക്കർ എന്നിവരാണ് ഇക്കുറി മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരങ്ങൾ നേടിയത്. സിംഗപ്പൂരിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ ചൈനീസ് താരം ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് 18-കാരനായ ഗുകേഷ് ലോക ചാമ്പ്യനായത്. ഇതോടെ ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ഗുകേഷിന് ലഭിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പുരുഷ ഹോക്കി ടീം വെങ്കല നേട്ടത്തിലെത്തിയപ്പോൾ ആ സംഘത്തെ നയിച്ചത് ഹർമൻ പ്രീത് സിംഗ് ആയിരുന്നു. പാരാലിമ്പിക്സ് ഹൈജംപ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ നേട്ടത്തിലെത്തിയ താരമാണ് ഖേൽരത്നയ്ക്ക് അർഹനായ പ്രവീൺ കുമാർ. പാരീസ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ മനു ഭാക്കർ ഷൂട്ടിംഗ് വ്യക്തിഗത വിഭാഗത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന നേട്ടവും അനു സ്വന്തമാക്കി. ഇതിന് പിന്നാലെ 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിനത്തിലും വെങ്കലം നേടി. നേരത്തെ മനു ഭാക്കറിന്റെ പേര് ഖേൽരത്ന പുരസ്കാരത്തിന് ശുപാർശ ചെയ്തില്ലെന്ന് കാട്ടി വന്ന മാധ്യമ റിപ്പോർട്ടുകൾ വിവാദമായിരുന്നു. അന്താരാഷ്ട്ര കായിക മത്സരങ്ങളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കായിക താരങ്ങളെ പ്രാപ്തരാക്കുന്ന പരിശീലകർക്കുള്ള ദ്രോണാചാര്യ പുരസ്കാരത്തിന് ഇക്കുറി പാരാ ഷൂട്ടിംഗ് പരിശീലകൻ സുഭാഷ് റാണ, ഷൂട്ടിംഗ് പരിശീലക ദീപാലി ദേശ്പാണ്ഡെ, ഹോക്കി പരിശീലകൻ സന്ദീപ് സാങ്വാൻ എന്നിവർ അർഹരായി. മലയാളി ബാഡ്മിന്റൺ പരിശീലകൻ എസ് മുരളീധരന് ദ്രോണാചാര്യ ആജീവനാന്ത വിഭാഗം പുരസ്കാരം ലഭിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ മികച്ച പ്രകടനത്തിനും നേതൃപാടവം, കായികക്ഷമത, അച്ചടക്കം എന്ന ഗുണങ്ങൾ പ്രകടമാക്കുന്നതിനുമുള്ളതാണ് സ്പോർട്സിലും ഗെയിംസിലും മികച്ച പ്രകടനത്തിനുള്ള അർജുന പുരസ്കാരം. ഷൂട്ടർമാരായ സ്വപ്നിൽ സുരേഷ് കുസലെ, സരബ്ജോത് സിംഗ്, ഗുസ്തി താരം അമൻ സെഹ്റാവത്ത്, ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ സലിമ ടെറ്റെ, അത്ലറ്റിക്സ് താരം ജ്യോതി യെർരാജി തുടങ്ങിയവരും ഇന്ത്യയുടെ 2ാമത്തെ പരമോന്നത കായിക ബഹുമതിയായ അർജുന പുരസ്കാരത്തിന്റെ പട്ടികയിലുണ്ട്. പുരസ്കാര നേട്ടങ്ങൾ കേരളത്തിലേക്കെത്തുമ്പോൾ എടുത്തു പറയേണ്ട പേരാണ് 2016 റിയോ ഒളിമ്പിക്സിലും 2024 ടോക്കിയോ ഒളിമ്പിക്സിലും പങ്കെടുത്ത സജൻ പ്രകാശിൻ്റേത്. തുടർച്ചയായി 2 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ ഇന്ത്യൻ നീന്തൽ താരമാണ് സജൻ പ്രകാശ്. ദേശീയ ഗെയിംസിൽ 26 മെഡൽ സ്വന്തമായുള്ള സജന്റെ മികവിനുള്ള അംഗീകാരമായാണ് അദ്ദേഹത്തെ തേടി അർജുന പുരസ്കാരം എത്തുന്നത്. 6 പതിറ്റാണ്ടിലേറെ ബാഡ്മിന്റൺ കോർട്ടിൽ ജീവിതം ചെലവഴിച്ച എസ് മുരളീധരനെ തേടി 80-ാം വയസ്സിലാണ് ദ്രോണാചാര്യ പുരസ്കാരം എത്തിയത്. ലോകപ്രശസ്ത ബാഡ്മിന്റൺ താരങ്ങളായ പ്രകാശ് പദുക്കോൺ, PV സിന്ധു തുടങ്ങിയവരുടെ പരിശീലകനായ മുരളീധരനെ സംബന്ധിച്ച് വൈകിയെത്തിയ ബഹുമതിയെന്ന് വേണം ഈ നേട്ടത്തെ പറയാൻ. പുരസ്കാരങ്ങൾ ജനുവരി 17-ന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്യും. കഴിഞ്ഞ 1 പതിറ്റാണ്ട് ഇന്ത്യൻ കായിക രംഗത്തിന് നേട്ടങ്ങളുടെ കാലമായിരുന്നു. ഇക്കാലയളവിൽ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കായിക താരങ്ങൾ ഉദിച്ചുയരുകയും ആഗോളതലത്തിൽ മികവ് പ്രകടിപ്പിക്കുകയും ചെയ്തു. കായിക രംഗത്ത് രാജ്യം ഏറ്റവും മികവ് പ്രകടിപ്പിച്ച വർഷമാണ് കടന്നുപോയത്. 2020 ലോകകപ്പ് ക്രിക്കറ്റ് നേട്ടവും ഒളിമ്പിക്സിലെയും പാരാലിമ്പിക്സിലെയും നേട്ടങ്ങളും ഇവയിൽ എടുത്തു പറയേണ്ടതുണ്ട്. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം 2020 ലോകകപ്പ് ജേതാക്കളായപ്പോൾ പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 1 വെള്ളിയും 5 വെങ്കലവും നേടി.
പാരീസിൽ നടന്ന പാരാലിമ്പിക്സിലും ഇന്ത്യ അഭിമാനകരമായ പ്രകടനം കാഴ്ചവെച്ചു. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ഉൾപ്പെടെ 29 മെഡൽ നേടിയ ഇന്ത്യ പാരാലിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. 18-കാരൻ ഡി ഗുകേഷ് ചെസ്സിൽ ലോക ചാമ്പ്യനായി രാജ്യത്തിന്റെ പാരമ്പര്യവും മികവും ആഗോള കായിക രംഗത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചതും 2024 കായിക താരങ്ങൾക്ക് പ്രോത്സാഹനമേകാൻ സർക്കാരുകൾ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് കായിക മേഖലയിൽ സമീപകാലത്തുണ്ടായ മുന്നേറ്റം. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമവും രാജ്യം നടത്തുന്നുണ്ട്. കായിക രംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ആദ്യത്തെ 10 രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയെ മാറ്റാനുള്ള പദ്ധതികൾ അധികൃതർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. ഇതിനായി സ്പോർട്സ് അതോറിറ്റിയുമായി ചേർന്ന് ജില്ലാതലം മുതൽ ഖേലോ ഇന്ത്യ പദ്ധതി അടക്കമുള്ള വിവിധ പദ്ധതികൾ നടപ്പാക്കി വരുന്നു. മികച്ച കായിക താരങ്ങൾക്ക് ലോകോത്തര പിന്തുണ നൽകുന്ന ടാർഗറ്റ് ഒളിമ്പിക് പോഡിയം പദ്ധതി തുടങ്ങിയ സുപ്രധാന സംരംഭങ്ങളുമായി കഴിഞ്ഞ ദശകത്തിൽ നടത്തിയ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമാണ് രാജ്യം കൈവരിക്കുന്ന ശ്രദ്ധേയമായ നേട്ടങ്ങൾ. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ നേടിയ 107 മെഡലുകൾ എന്ന റെക്കോർഡ്, നിരവധി ചാമ്പ്യൻഷിപ്പുകളിലും ഒളിമ്പിക്സുകളിലും നീരജ് ചോപ്രയുടെ മിന്നുന്ന പ്രകടനം, ഫിറ്റ് ഇന്ത്യ, വിവിധ ഖേലോ ഇന്ത്യ ഗെയിംസ് പതിപ്പുകൾ എന്നിങ്ങനെ സമീപ വർഷങ്ങളിലെ ശ്രദ്ധേയമായ നാഴികക്കല്ലുകൾ ഇന്ത്യൻ കായിക രംഗത്തിന്റെ സുവർണ കാലഘട്ടത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ആക്കം കൂട്ടുന്നു. രാജ്യത്തുടനീളം കായിക മികവ് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ബഹുജന പ്രസ്ഥാനത്തെ വളർത്താൻ ലക്ഷ്യമിടുന്നതാണ് ഖേലോ ഇന്ത്യ പദ്ധതി. $119 ദശലക്ഷം വാർഷിക ബജറ്റുള്ള ഈ പദ്ധതിയിൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള പ്രതിഭകളെ കണ്ടെത്തുന്നതിനും വളർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നു. കൂടാതെ ഓരോ വർഷവും 2700-ലധികം കുട്ടികൾക്ക് പരിശീലനത്തിനുള്ള ധനസഹായവും നൽകുന്നു. ഹാങ്ഷോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘത്തിന്റെ ഭാഗമായ 124 കായിക താരങ്ങൾ ഖേലോ ഇന്ത്യ കായിക താരങ്ങളായിരുന്നു. 106 മെഡലുകളിൽ 42 എണ്ണവും അവരുടെ സംഭാവനയാണ്. ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 2781 കായിക താരങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു. അവർക്ക് പ്രത്യേക പരിശീലനം, ഉപകരണങ്ങൾ, വൈദ്യപരിചരണം, പ്രതിമാസ ഭത്ത എന്നിവയുൾപ്പെടെ സമഗ്രമായ സഹായം നൽകുന്നു. പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ മത്സരിച്ച ഇന്ത്യയുടെ 117 കായിക താരങ്ങളിൽ 28 പേർ ഖേലോ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പരിശീലനം നേടിയവരായിരുന്നു. ഇത് ഖേലോ ഇന്ത്യയുടെ വിജയവും ദേശീയ അന്തർദേശീയ കായിക ഇനങ്ങളിൽ ഇന്ത്യയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർണായക പങ്കും വ്യക്തമാക്കുന്നതാണ്. കായികരംഗം എന്നത് വെറുമൊരു വിനോദമെന്ന നിലയിൽ നിന്ന് അന്തസ്സുറ്റ ജീവിതോപാധിയായി പരിണമിച്ചു. ഇത് ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളെ തങ്ങളുടെ കായിക സ്വപ്നങ്ങൾ പിന്തുടരാൻ പ്രചോദിപ്പിക്കുന്നു. വലിയ തോതിലുള്ള പ്രചോദനങ്ങളിലൂടെയും പുരസ്കാരങ്ങളിലൂടെയും സർക്കാരും ഇതിനായി കളമൊരുക്കുന്നു. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.